Good evening. Good evening. Good evening, ma'am. Good evening. Good evening, all. Happy Children's Day. ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു? എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയോ കുട്ടികളുടെ കൂടെ? പോയായിരുന്നോ? സ്കൂളില് ഞാൻ ട്രെയിനിങ്ങിന് ഇന്നലെ പോയി തുടങ്ങി. അപ്പൊ ഇന്ന് ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ പക്കാടൊക്കെ എല്ലാരും ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. ചെറിയൊരു പാട്ടൊക്കെ പാടി എല്ലാരും. ഓക്കെ. നമുക്കപ്പോ ചെറിയ രീതിയിൽ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം ഇവിടെ നടത്താം. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യണം കേട്ടോ. അതായത് ഓരോ പ്രോഗ്രാംസ് അവതരിപ്പിച്ചാൽ മതി. ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങളോട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് സമയം തരാം, ഒരു 5 മിനിറ്റ് തരാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക കേട്ടോ. 2 പേരാണ് ഇവിടെ ആകെയുള്ളത്. നിങ്ങൾ ചെയ്യുക. 2 പേര്, ശരണ്യുണ്ട്, ജസ്നയുണ്ട്. നിങ്ങൾക്ക് കൊണ്ടാകുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തും ആവാം, സോങ് ആവാം, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജസ് ആകാം, അങ്ങനെ വോട്ടെവർ. ഓക്കെ. ഗുഡ് ഈവനിങ് ലതിക. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു അതായത് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്?
ഗുഡ് ഈവനിങ് ആൻസി. ഗുഡ് ഈവനിങ് മാം. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നോ ഇന്ന്? യെസ് മാം. ഉണ്ടായിരുന്നല്ലേ? എവിടെയായിരുന്നു? സ്കൂളിലായിരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഞാനിപ്പോ ആകെ നമ്മള് 2-3 പേരേ ഉള്ളൂ ഇപ്പോ. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളില് എന്തെങ്കിലും നിങ്ങൾക്ക് ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ ആണോ ആൻസി? ഓക്കെ മാം. ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ഒന്ന് ചെയ്യാം. ഓക്കെ. ഗുഡ് ഈവനിങ് മോനിഷ. ഗുഡ് ഈവനിങ് മാഡം. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ. എന്തായിരുന്നു പരിപാടി? പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതെനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല കുറച്ച് ദിവസം. അത് സാരില്ല. ഞാൻ ഇപ്പോഴേ ഇവരോട് ഇന്ന് നമ്മുടെ നവംബർ 14th ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ ഒന്ന് 5 മിനിറ്റിനുള്ളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണോ മോനിഷ? നോക്കാം. എന്താ സോങ്ങാ? സോങ്ങോ അല്ലെങ്കിൽ മെസ്സേജ് എന്തോ ആവട്ടെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം. ഇന്നതാണെന്ന് നിർബന്ധമില്ല. അതുമായി ബന്ധപ്പെട്ട്, അതായത് ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് അയക്കണമെന്ന് മാത്രം. ഓക്കെ ഓക്കെ. കഴിഞ്ഞവര് പറയാട്ടോ. ശരണ്യ വേണ്ടേ? എന്താണ്? അല്ല, പോയം എഴുതാൻ പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് എഴുതാനാണോ പറഞ്ഞത്? സ്വന്തമായിട്ട് ഇല്ല ക്രിയേറ്റ് ചെയ്യാനാണോ? ഇല്ല. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. അല്ലെന്നാണെങ്കിൽ നിങ്ങളുടെ കൈവശം ഉള്ളതാണെങ്കിൽ അത് തന്നെയായാലും മതി. ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. കഴിഞ്ഞവരൊന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. മിസ് അതെ, എന്റെ മോള് പാടാന്ന് പറയുന്നുണ്ട് പാട്ട്. ഓക്കെ, മോളെ കൊണ്ട് പഠിപ്പിച്ചോളൂ. ഒരു മിനിറ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് മോള് റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ? ജസ്റ്റ് ഒരു എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ കൊടുക്കാവോ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ തുടങ്ങുമ്പോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ഒന്ന് പറയാമോ ജസ്റ്റ്? എന്നിട്ട് മോളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ. ഇന്ന് നവംബർ 14. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് ഇന്ന്. നമുക്ക് ഇന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട
ചാച്ചാജിയെ കുറിച്ച് ഇന്ന് അസ്ര ഒരു പാട്ട് പാടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ പാട്ട് കേൾക്കാൻ? എന്നാ നമുക്ക് പാട്ടൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. നമുക്കുണ്ടൊരു ചാച്ചാതി, നമ്മുടെ സ്വന്തം ചാച്ചാതി. നന്മയുള്ളൊരു ചാച്ചാതി, നമ്മുടെ സ്വന്തം ചാച്ചാതി. പനിനീർപ്പൂവിൽ പ്രിയത്തോടെ പിള്ളേർക്കെല്ലാം ചെന്നാതി. ചാച്ചാതിയുടെ ജന്മദിനം ശിശുദിനമായി കൊണ്ടാടും. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. മോളുടെ പേരെന്താ? അസറ, അസ്വര. എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നേ? UKG. UKG-യിലാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. ഇനിയും പാട്ട് പാടാം. താങ്ക്സ്. ഓക്കെ, വെൽക്കം. ഇനി ജസ്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇനി? ജസ്ന? ഇല്ല, ഞാനിത് പാടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പാട്ട് പാടണുണ്ടപ്പോ അവള് വന്നു, ഞാൻ പാടാൻ വെച്ചെന്ന് പറഞ്ഞു വന്നതാണ് പാടാനായിട്ട്. ഓക്കെ ഓക്കെ. ശരണ്യ. ശരണ്യ കഴിഞ്ഞവരെന്തെങ്കിലും ചെയ്യാട്ടോ. ഗുഡ് ഈവനിങ് റോമിയ. മാം, ഞാനൊരു മെസ്സേജ് പറഞ്ഞു. ഗുഡ് ഈവനിങ് മിസ്. മതി മതി മതി. ഒരു സെക്കൻഡ് കേട്ടോ ശരണ്യ. റോമിയ, നമ്മളിപ്പോ ഇവിടെ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഇവിടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോങ്ങോ അല്ലെങ്കിൽ മെസ്സേജോ എന്തുമാകട്ടെ, അതായത് ശിശുദിനവുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മോളുടേതായിട്ട് എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അതിവിടെ പ്രസന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്ലിയർ ആയിരിക്കും. ശരണ്യ? Yes, ma'am. സ്റ്റാർട്ട് ചെയ്തോളൂ. Wishing Happy Children's Day to the child within all of us. Let us never forget about it and keep it alive. മെസ്സേജ് ആണോ പറഞ്ഞേ? ശരണ്യ? Ma'am. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ മാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. Then ആൻസി. യെസ് മാം. റെഡി ആണോ? യെസ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. മാം, ഞാനിന്ന് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത മെസ്സേജ് ആണ് പറയുന്നത്. Okay, ma'am. So, happy Children's Day, my dear students. Today, let's celebrate the joy, innocence, and boundless potential as you all possess. Remember, every child is a unique masterpiece, and your dream as vast as the sky. May this special day be filled with joy, laughter, and endless fun. Remember, you are all unique, talented, and capable of achieve anything, any great things. Keep dreaming big, studying hard, and always believe in yourself. Let's celebrate the wonder of childhood together. Wish you all happy Children's Day, my dear students. Thank you. Have a nice day. വെരി ഗുഡ്. നല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് പറഞ്ഞു. Thank you, ma'am. ഓക്കെ, then മോനിഷ. മാം. റെഡി ആണോ മോളെ? മാം, ഞാൻ നോക്കണുള്ളൂ, ഞാൻ പറയാം. ഓക്കെ ഓക്കെ. റോമിയ റെഡി ആണോ? ഒരു മിനിറ്റ് മാം. ഓക്കെ.
ഇന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കയറിയിട്ടുള്ളൂ. എല്ലാവർക്കും എന്ത് പറ്റിയെന്ന് അറിയില്ല. കുറച്ച് പേരോട് ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെന്നെങ്കിലും ഒന്ന് പറയാം. ജസ്റ്റ് നമ്മള് വീഡിയോ അയച്ചില്ലല്ലോ. അതെ ലേറ്റ് ആവോ അയക്കാൻ? അതെ, വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്ത് തരാൻ പറ്റിയ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെയാണ് പറഞ്ഞേൽപ്പിച്ചതേ. ഇവര് രണ്ടാളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിസ് പറഞ്ഞ അന്ന് ഇവര് നേരത്തെ ഇറങ്ങിപ്പോയി. ഹസ്ബൻഡ് ഡ്രൈവറാണ്. അപ്പൊ ആള് വെളുപ്പിന് പോണോണ്ട് 2 മണിയാകുമ്പോ പോവും. അപ്പൊ ആള് നേരത്തെ കിടക്കും ഭക്ഷണം കഴിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അടുത്ത ക്ലാസ്സിനുള്ളിൽ എന്തായാലും സെൻഡ് ചെയ്തരാം. കാരണം ഞാനിപ്പോ ട്രെയിനിങ്ങിനും കൂടെ പോണോണ്ടേ വീട്ടിലെ ജോലികളും എല്ലാരും കൂടെ എനിക്ക് പറ്റണില്ല. മതി മതി, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരറ്റ് കട്ടിങ് ഭാവനയോടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2 പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരൊക്കെയാണെന്ന്? ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അതുപോലെ തന്നെ എക്സ്ക്യൂസ് മീ. ഓർമ്മയില്ല മേഡം. ഓർമ്മയില്ല അല്ലേ? ആളുകൾ കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അവരെ കൊണ്ടുവരുമെന്ന് നോക്കാം കേട്ടോ. റോമിയ റെഡി ആണെങ്കിൽ പറയൂ കേട്ടോ. Okay, Miss Paraya. Children's Day is to celebrate on 14th November every year. It is the birthday of Jawaharlal Nehru. He was the first Prime Minister of India. He loved children very much. Children take part in several rejoicing activities on this day. Then മോനിഷ, ലതിക, ഇവർ 2 പേരാണ് ഇനിയുള്ളത്. മോനിഷ ആൻഡ് ലതിക. റൈം മതി, റൈം. എന്താ ലതിക പറഞ്ഞേ? റൈം ആണ്, റൈം. ഓക്കെ, മതി മതി, മതി. We are the birds in the garden. We are the stars in the sky. We are the children. We want to shine. Happy Children's Day. Happy Children's Day. Happy Children's Day. Happy Children's Day. We are the hope of the parents. We are the future of the nation. Happy Children's Day. Happy Children's Day. Happy Children's Day. പാട്ട് പാടാൻ അറിയല്ലേ? അല്ലേ? പാട്ട് പാടാൻ അറിയില്ലേ? നന്നായിട്ട് പാടിട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈണമുണ്ട്, ട്യൂൺ ഉണ്ട് നന്നായിട്ട്. ഓക്കെ, അടുത്തത് മോനിഷ കേട്ടോ. ഓക്കെ, ഇനിയും പാടാ കേട്ടോ, ഇതുപോലെ തന്നെ. ചോദിക്കും ഇടയ്ക്ക് പാടാനായിട്ട് പറയൂ കേട്ടോ. ലതികനോട് പാടാനായിട്ട് പറയൂ, അപ്പൊ പാടാ. പാട്ട് വേറെ ഒന്നും അറിയില്ല. ഇംഗ്ലീഷ് ടൈം. ഓക്കെ, മോനിഷ റെഡി ആയോ മോളെ? ഞാൻ പ്രിപ്പയർഡ് അല്ല. ഒരുപാട് നാളായിട്ട് ലൈവ് ക്ലാസ്സിൽ കയറിയിട്ട് അത് കാരണം കൊണ്ട് ആ ഒരു ചമ്മൽ. അതൊന്നും വിചാരിക്കണ്ട. റെക്കോർഡർ ക്ലാസ് കേൾക്കാറേ ഉള്ളൂ. റെക്കോർഡ് ക്ലാസ് ആണോ കാണുന്നേ? റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കാറ്. ലൈവ് ക്ലാസ്സിൽ കേറിയിട്ട് ഇപ്പൊ ഏതാണ്ട് 2-3 മാസമായി. ഓ ഓക്കെ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഒരു ചമ്മലും വേണ്ട. നമ്മളിപ്പോ 5-6 പേരല്ലേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഓക്കെ. അപ്പൊ ഇന്ന് നവംബർ 14 ശിശുദിനം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. കുട്ടികളെല്ലാം വളരെ അധികം സ്നേഹിച്ചിരുന്നു അദ്ദേഹം. കുട്ടികളൊക്കെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. നമുക്കപ്പോ അദ്ദേഹത്തിന്റെ ചെറിയൊരു റൈം കേൾക്കാം. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടും ഒരു പുണ്യദിനം.
ഭാരതനാടിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്ന ഒരു പുണ്യദിനം. അടിപൊളിയാണ് കേട്ടോ. തന്നെ ചെയ്താണോ? ചെയ്താണോ? അതെ 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 അതെ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഉം. ഇങ്ങനെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് കുറച്ചും കൂടി നല്ലതാണ്. ഞാനിത് കുട്ടികൾക്ക് അംഗൻവാടിയില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ പാട്ട്. അവർക്ക് ആണല്ലേ? പാടാൻ പാകത്തിന് ചെറിയ വരികളാക്കി അവർക്ക് പാടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ കേറിയവരെല്ലാവരും ദീപ്തി ഹരി ഇപ്പോഴാണ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നത് അല്ലേ? അതെ മാം. എന്തെങ്കിലും ഉണ്ടോ നവംബർ 14th എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ റൈമോ എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? ഇല്ല മാം. ഇല്ല, ഒന്നുമില്ല. എന്താണ് ഇല്ലാത്തെ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മോന് സുഖമില്ല. മോൻ ടെറസിന്റെ പൊക്കത്തുനിന്ന് വീണ് കൈ ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം എന്റെ മൈൻഡ് ശരിയല്ല. ഓക്കെ ഓക്കെ, സാരമില്ല. പിന്നെ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആയിട്ട് ചെയ്താൽ മതി എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ എന്താ പറയാ PDF-ലോട്ട് വരാം. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയാനായിട്ട് പറഞ്ഞത്. ഞാനൊരു ആക്ടിവിറ്റി ചെയ്യാം, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്തിരി പാടുണ്ട്. മക്കള് കിടന്ന് ബഹളാ, അതുകൊണ്ട്. ഏത് ആക്ടിവിറ്റിയാണ്? ബോ ഫ്രെയിം. ഏതാ? ബോ ഫ്രെയിം. ബോ ഫ്രെയിം. ഓക്കെ, കാണിക്കാവോ? വീഡിയോ കാണിക്കാവോ? വീഡിയോ കാണിക്കാം. ഓക്കെ ഓക്കെ. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല റോമിയ, കേൾക്കുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനൊരു മിനിറ്റ് ക്യാമറ ഒന്ന് ടേൺ ഓൺ ചെയ്തോട്ടെ. ശരി ശരി. റോമിയ, വീഡിയോ പോസ്റ്റ് ആയിട്ട് നിൽക്കാണ് കേട്ടോ. ഓക്കെ, ഇത് മോള് ഇതിന് വേണ്ടി മാത്രം മേടിച്ചതാണോ ഇത് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്നാണോ? ഇല്ല, ഞാനിത് തനിത്താനോ ചെയ്തെടുത്തതാ.
ചെയ്തെടുത്തതാണ് അല്ലേ? ആ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ആക്ടിവിറ്റികൾ ചെയ്യാം കേട്ടോ. ശ്രമിക്കാം. ഓക്കെ. നിങ്ങളതൊന്ന് വായിക്കാം കേട്ടോ. വിത്ത് പോറിംഗില് pouring വാട്ടർ ഫ്രം ജഗ് ടു എ ബോട്ടിൽ യൂസിങ് വിത്ത് എ ഫണൽ. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്യാം. അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. അയച്ചു കഴിയുമ്പോ ഒന്ന് പറയണോട്ടോ എന്നോട്, റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന്. അയച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തായിരുന്നോ? എല്ലാവരും റീഡ് ചെയ്തോ? റെസ്പോൺസ് ഇല്ലല്ലോ. യെസ് ചെയ്തു. പറയാ കേട്ടോ. എന്തെങ്കിലും ചോദിക്കുമ്പോ ഉത്തരം പറയാ. ഓക്കെ, ഇപ്പൊ നോക്കിയാ നമ്മള് ഇതിന് വിത്ത് പോറിംഗ്, അതായത് pouring വാട്ടർ ഫ്രം ജഗ് ടു എ ബോട്ടിൽ യൂസിങ് വിത്ത് എ ഫണൽ. ഒരു ഫണൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജഗ്ഗിൽ നിന്ന് ഒരു ബോട്ടിലേക്ക് വാട്ടർ പോർ ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു വെറ്റ് പോറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് ഒരു പ്ലാസ്റ്റിക് മാറ്റ് ഉണ്ടാകും. നമുക്കറിയാം മോണ്ടിസോറി ആക്ടിവിറ്റീസിൽ എല്ലാത്തിലുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്
മാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസിലും എന്തുണ്ടാവും? മാറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രേയും ഉണ്ടാവും. ട്രേയും മാറ്റും ഒഴിച്ചുകൂടാനാത്ത സംഭവം തന്നെയാണ് ആക്ടിവിറ്റീസുകളിൽ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറ്റും. അത് ഒരു മാറ്റ് എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, രണ്ടാമത്തത് ട്രേ വരുന്നുണ്ട്. മൂന്നാമത്തത് ജഗ് ആണ്. അപ്പൊ ജഗ്ഗിൽ നിന്ന് ഞാൻ പറഞ്ഞ ബോട്ടിലേക്കാണ്. അപ്പൊ എന്തായാലും ജഗ് എന്തായാലും വേണം. അതുപോലെ തന്നെ ബോട്ടിൽ വേണം, പിന്നെ വാട്ടർ വേണം, ഒരു സ്പോഞ്ച് വേണം, പിന്നെ ഫണൽ വേണം, അതുപോലെ തന്നെ ഏപ്രൺ വേണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടത്? ഈ ഒരു വെറ്റ് പോറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കി എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. The material should be made ready before the exercise. Invite the child saying, today we are going to pour water from jug to a bottle wing with a funnel. അപ്പോ മെറ്റീരിയൽ ഒക്കെ റെഡി ആക്കി വെക്കുക. ആദ്യം തന്നെ ഈ ഒരു 8 ഐറ്റംസ് പറയുന്നുണ്ടല്ലോ ഇവിടെ, 8 മെറ്റീരിയൽ ആണ് പറയുന്നത്. ഈ 8 മെറ്റീരിയൽ എന്ത് ചെയ്യാം? റെഡി ആക്കി വെക്കുക. അതിനുശേഷം എന്താ ചെയ്യുക? അതായത് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുക. കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറയാ, കുട്ടിയെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറയാ, ഇന്ന് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോവാണ്. എന്താണ് ആക്ടിവിറ്റി? അതായത് നമ്മൾ ഇന്നൊരു ജഗ്ഗിൽ നിന്ന് ഒരു കുപ്പിയിലേക്ക് ഒരു ഫണൽ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഒഴിക്കാൻ, വാട്ടർ പോർ ചെയ്യാൻ പോവാണെന്ന് അവരോട് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുക, ദെൻ അവരോട് പറയാ നമ്മൾ ഇന്നൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നൊരു ജഗ്ഗിൽ നിന്ന് കുപ്പിയിലേക്ക് വെള്ളം പോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അവർ ആക്ടിവിറ്റി എന്ന് പറയാം. അതിനുശേഷം അത് പ്രസന്റ് ചെയ്യാം. അപ്പൊ പ്രസന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ വേണ്ടത് നോക്കിയാ നിങ്ങള്. ഫസ്റ്റ് തന്നെ എന്താ പറയുന്നേ? The jug filled with water is adjusted on the left side while the bottle is on the right side on the tray. The spout of the jug is to be facing towards the bottle. അതായത് എന്താ പറയുന്നത്? അതായത് കുപ്പി ഇരിക്കേണ്ടത് വലതുവശത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കുപ്പി, അതായത് ബോട്ടിൽ എവിടെ വെക്കണം? വലതുവശത്ത് വെക്കണം, റൈറ്റ് സൈഡിൽ വെക്കണം. ദെൻ ജഗ് എവിടെയാ വെക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിലുമായിട്ട് വെക്കണം. ഓക്കെ, അപ്പൊ ബോട്ടിൽ റൈറ്റ് സൈഡിലും അതുപോലെ ജഗ് ലെഫ്റ്റ് സൈഡിലുമായിട്ട് വെക്കണം. ദെൻ ജഗിന്റെ സ്പൗട്ട് വരുന്നുണ്ടല്ലോ, വായ്ഭാഗം വരുന്നില്ലേ, അത് ബോട്ടിലിന് നേരെ ഫേസ് ടു ഫേസ് ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ, ഞാനിപ്പോ വരാവേ. സെക്കൻഡ് പോകരുത് കേട്ടോ ആരും. ഞാൻ ഒരു ജഗ് ഇവിടെ കൊണ്ടുവന്നിട്ട് കെറ്റിലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഓഫീസിലെ ചായയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ കണ്ടോ? ഇതിന്റെ സ്പൗട്ട് ഉണ്ടല്ലോ. ഈ സ്പൗട്ട് എന്ന് പറയുന്നത് ബോട്ടിൽ ഉണ്ടല്ലോ, അതിന്റെ ഫേസ് ടു ഫേസ് ആയിരിക്കണം വെക്കേണ്ടത്. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫേസ് ടു ഫേസ് ആയിരിക്കണം വെക്കേണ്ടത് കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തത് നോക്കിയാൽ നിങ്ങള് പ്ലേസ് ദ ഫണൽ ഇൻ ടു ദ മൗത്ത് ഓഫ് ദ ബോട്ടിൽ. അതായത് ബോട്ടിലിന്റെ വായ്ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക? ഫണൽ വെക്കുക. ഓക്കെ, ഏതാണോ നമ്മള് ഏത് ഫണലാണോ ഉപയോഗിക്കുന്നത് അത് എന്ത് ചെയ്യുക? ഇതിന്റെ വായ്ഭാഗത്തായിട്ട് വെക്കാൻ നോക്കുക. ദെൻ ലിഫ്റ്റ് ദ ജഗ് ഓഫ് വാട്ടർ using the right hand dominant fingers. Position the left hand fingers just between the spout and the base of the jug. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് നമ്മൾക്ക് ഇപ്പൊ പലവർക്കും പല രീതിയിലായിരിക്കും ജഗ് പിടിക്കുന്ന രീതി എന്ന് പറയുന്നത്.
ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കില്ല ചിലപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു രീതി. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഫിംഗേഴ്സ് ആയിരിക്കില്ല ചിലപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേറെ രീതിയിലായിരിക്കാം പിടിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു വഴക്കമുണ്ട്. ഞാനിപ്പോ ഇത് ഇങ്ങനെയാ പിടിക്കുന്നത്. ഓക്കെ, എന്റെ ഫിംഗർ ദേ ഇങ്ങനെയാ വന്നിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾ കണ്ടോ, എന്റെ ഫിംഗർ ഇങ്ങനെയാ വന്നിട്ടുള്ളത്. ഈ തള്ളവിരൽ ഇവിടെ ഇരിക്കുന്നത്. ചിലവരാണെങ്കിൽ ഇത് മുഴുവനായിട്ട് പിടിക്കും. കാണുന്നുണ്ടോ? ആ, ചിലവര് മുഴുവനായിട്ട് പിടിക്കും. ചിലവരാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പിടിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ദേ ഇങ്ങനെയാ പിടിക്കുന്നത്. കണ്ടോ, എന്റെ ഫിംഗർ ഇരിക്കുന്നത് എപ്പോഴും എന്റെ ഈ പെരുവിരൽ ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും ഇങ്ങനെയാ പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ, അതായത് ആ കുട്ടിയുടെ ഇതനുസരിച്ച് ആ കുട്ടിക്ക് ഏതൊക്കെ ഫിംഗർ ഉപയോഗിച്ചാണോ ജിഗ് പൊക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് വിടുക. അവന്റെ ഡൊമിനന്റ് ആയിട്ടുള്ള ഫിംഗർ അനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഒരു ജഗ് പിടിക്കാനായിട്ട് നോക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ പിടിക്കുമ്പോൾ ഇതേ നോക്കിയേ, അതായത് നമ്മളിങ്ങനെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചു അല്ലെ, പെട്ടെന്ന് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. അതായത് വെള്ളം ഇങ്ങനെ പോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്കാകുമ്പോൾ അത് പറ്റില്ല, കാരണം ഇതിനകത്ത് നിറച്ച് വെള്ളമുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്. ഇത് കാലിയാണ്. പക്ഷെ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് പിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ലെഫ്റ്റ് കൈ, അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യണം, സ്പൗട്ടിനും അതുപോലെ തന്നെ ഈ ഒരു ജഗ്ഗിന്റെ അടിഭാഗത്തിനും ഇടയിലായിട്ട് വെക്കണം. ഓക്കെ, ഈ ഒരു ഹാൻഡ് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തിനും ഇടയിലായിട്ട് വേണം ഇത് വെക്കാനായിട്ട്. അങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് ഇതാണ് എന്റെ പൊസിഷൻ എന്ന് പറയുന്നതാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ചെയ്യുന്നേ, നേരെ കുപ്പിയിലോട്ട് എന്ത് ചെയ്യുന്നു, വെള്ളം പോർ ചെയ്യാനായിട്ട് തുടങ്ങും. ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? എന്റെ ഹാൻഡ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാ പിടിച്ചിരിക്കുന്നത് നോക്കുക. നിങ്ങളുടെ ഇതനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളൊന്ന് പിടിക്കുന്നത് നോക്കാം. ഞാൻ പിടിക്കുന്നത് പോലെയാണോ നോക്കാം. അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പാത്രം അല്ലെങ്കിൽ ജഗ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാ പിടിക്കുന്നത്. എനിക്ക് ഇതാണ് സപ്പോർട്ട് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്റെ 4 ഫിംഗർ ഫ്രണ്ടിലും അതുപോലെ തന്നെ തള്ളവിരലിന്റെ ബാക്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലവരാണെങ്കിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പിടിക്കുന്നത്. എനിക്ക് എന്റെ സപ്പോർട്ട്, എന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങനെ പിടിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം, വഴങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഫണൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ സാധിക്കില്ല. അത് നോക്കിയാൽ നിങ്ങള് ഇതിനകത്തോട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് അടപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ വെള്ളക്കുപ്പിയാണ്. ഒരു ഫണൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ സംഭവം എന്ത് ചെയ്യാം, ഇങ്ങനെ ഒഴിക്കുക. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇപ്പൊ വെള്ളം ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഈസി ആയിട്ട് പിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് പോർ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ നമ്മള് പോർ ചെയ്തുകൊണ്ടേ, അതായത് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു എന്താ പറയാ, ഒരു നിശ്ചിത ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടം വരെ എന്റെ ഈ വെള്ളം ബോട്ടിലില് ഇവിടം വരെയാണ് വാട്ടർ ഇരിക്കുന്നത്. അപ്പോ കുട്ടി ഇവിടം വരെയാണ് നിറയ്ക്കുന്നതെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, പോയിന്റ് ചെയ്തിട്ടുണ്ടാവും ടീച്ചർ. ഇവിടം വരെയാണ് കേട്ടോ വെള്ളം നിറയ്ക്കേണ്ടതെന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടം വരെയാണ് നിറയ്ക്കേണ്ടതെങ്കിൽ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഫുൾ ആയിട്ട് നിറയ്ക്കണമെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് എന്താ പറയാ, നിറഞ്ഞു കവിഞ്ഞൊഴുകില്ലേ, അതായത് ഫുൾ വെള്ളമായിട്ടിരിക്കില്ലേ, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ കുട്ടിയോട് എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അവൻ അത് നിറയ്ക്കാനായിട്ട് നോക്കുക. അപ്പൊ പോയിന്റ് ചെയ്ത ഭാഗം കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇവിടം വരെയാണ് വെള്ളം ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണ്, ഈ ഇപ്പൊ കുട്ടിക്ക് ഇവിടെയാണ് പോയിന്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുട്ടി ഇവിടം വരെയാണ് അത് നിറക്കുക. അത്രയും വരെ നിറച്ചാൽ മതി അവന്, പിന്നെ അത് ഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പോർ ചെയ്യുമ്പോൾ ഒരിക്കലും ബോട്ടിലിന്റെ ഈ ഒരു വായ്ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ജഗ്ഗിന്റെ സ്പൗട്ട് ഇതൊരിക്കലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ടച്ച് ചെയ്ത് നമ്മൾ ഒഴിക്കരുത്. ടച്ച് ചെയ്യുമ്പോൾ ഈസി ആണല്ലേ? ടച്ച് ചെയ്യുമ്പോൾ ഈസി ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ടച്ച് ചെയ്താൽ എന്താ പറ്റുക?
എന്താ പറ്റിയ ടച്ച് ചെയ്താല്? പോട്ട് മറിഞ്ഞു ടച്ച് പോകും ചെയ്താൽ ചിലപ്പോ. എന്താ പറ്റും? മറിഞ്ഞു പോകും ചിലപ്പോ ബോട്ടില്. മറിഞ്ഞു പോകും അല്ലെ? മറിഞ്ഞു പോകും അല്ലെ? അത് ഒരു ഈസി അല്ല. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തെന്നാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളം ചിലപ്പോൾ മൊത്തമായിട്ട് താഴെ വീഴും. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒരിക്കലും ഈ ഒരു ഭാഗം നമ്മൾ പോർ ചെയ്യുമ്പോൾ മുട്ടരുത്. ഒരു ഗ്യാപ്പ് ഇട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്. ഈ സംഭവം ഒരിക്കലും വിടരുത് കേട്ടോ. ഞാനിപ്പോ വിട്ടൊക്കെ കാണിക്കുകയാണ്. ഈ സംഭവം ഒരിക്കലും വിടാനായിട്ട് പാടില്ല. ഇങ്ങനെ വേണം നമ്മൾ പോർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ മുട്ടാൻ പാടില്ല കേട്ടോ. ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, പോർ ചെയ്യുക. ഫണൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ വരെ എന്ത് ചെയ്യുക, പോർ ചെയ്തോണ്ടിരിക്കുക. അതുപോലെ തന്നെ അധികമായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളം, അതായത് വാട്ടർ അവിടോട്ടേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ലിവ് ചെയ്യുക. ദെൻ നമ്മള് ജഗ്, അതായത് ഈ ജഗ് കറക്റ്റ് പൊസിഷനിൽ, അതായത് ഇവിടം വരെയാണ് വെള്ളം നിറയ്ക്കേണ്ടതെങ്കിൽ അത് നിറച്ചു കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിൽ അവിടെ വെക്കുക. ദെൻ ജഗ് എന്ത് ചെയ്യുക, കറക്റ്റ് പൊസിഷനിൽ തന്നെ ജഗ് എന്ത് ചെയ്യുക, വെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മള് കുപ്പിയിൽ നിന്ന്, ബോട്ടിൽ നിന്ന് ഫണൽ എടുത്ത് മാറ്റുക. ഓക്കെ, ഫണൽ എടുത്ത് മാറ്റുക. അതിനുശേഷം എന്താ പറയാ, കുട്ടിയോട്, അതായത് ഈ ഒരു എത്രയാണോ നമ്മൾ വെള്ളം നിറച്ചിരിക്കുന്നത് അത് തിരിച്ച് ജഗ്ഗിലോട്ട് തന്നെ ഒഴിക്കാനായിട്ട് പറയാം. അവന്റെ ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ ഒഴിക്കാനായിട്ട് പറയാം. ഓക്കെ, ദെൻ താഴത്ത് എവിടെയെങ്കിലും, അതായത് നമ്മൾ ട്രേ ഉപയോഗിക്കുമല്ലോ, ട്രേയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുക കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ട്രേയിലാണ് വെക്കുക. ട്രേയിൽ എവിടെയെങ്കിലും വെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് അത് വൃത്തിയാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത്, ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് മനസ്സിലായോ? മോനിഷ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നോ? ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചപ്പോ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലേ? റെക്കോർഡ് ക്ലാസ്സിൽ സ്പൂണിങ്ങും പിന്നെ വേറെ ജസ്റ്റിനൊക്കെ ചെയ്ത ആക്ടിവിറ്റികൾ ഉണ്ട്, പോറിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ നമുക്കിവിടെ ആവശ്യം, അതായത് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ എക്സാമ്പിൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ റോൾ ചെയ്യുന്നത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പേപ്പർ വെച്ചിട്ട് അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പറ്റുന്ന തരത്തിൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ നിങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. അപ്പൊ കൂടുതൽ രസകരവും. നേരിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാനും പറ്റും, ഞങ്ങൾക്കത് നിങ്ങളോട് ചെയ്യിപ്പിക്കാനും പറ്റും നേരിട്ടാവുമ്പോൾ. അപ്പൊ അത് ചെയ്യിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ കൺട്രോൾ ഓഫ് എറർ. മോനിഷ അതൊന്ന് വായിച്ചിട്ടൊന്ന് പറയാമോ? മനസ്സിലാവോ വായിച്ചാല്? കൺട്രോൾ ഓഫ് എറർ എന്തൊക്കെയാണെന്ന് നോക്കി ഇതിനകത്ത് പറയുന്നേ. Spillage of water. രണ്ടാമത്തെ പോയിന്റ്, ആഫ്റ്റർ ഫില്ലിംഗ് ദ ബോട്ടിൽ വിത്ത് ആൻ ഇൻഡിക്കേറ്റർ ലൈൻ there must be excess water in the jug. എന്താ പറയുന്നത്, അതായത് വെള്ളം ചോർന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലെ? വെള്ളം പോയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അത്. അങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ജലം, അതായത് കൂടുതലായിട്ട് വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. കൂടുതലായിട്ട് എവിടെയാണ് നിറഞ്ഞ് എന്താ പറയാ തുളിമ്പ് പോയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, then എന്റെ എയിം എന്താണ്? To teach children how to pour liquid with judgment and control pouring of liquid with judgment and control. അനാവശ്യമായിട്ട് കൂടുതൽ വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. അതായത് കുട്ടികളെ പോർ ചെയ്യിപ്പിക്കാനായിട്ട് പഠിക്കുക. അതായത് ഒരു ജഗ്ഗിൽ നിന്ന് ഒരു ബോട്ടിലേക്ക് ഫണൽ ഉപയോഗിച്ച് കുട്ടികളെ പോർ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് സാധാരണ പോറിങ്ങില് സാധാരണ എന്താണ്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ഇതിനകത്തൊരു ഫണൽ ഉണ്ട്, പക്ഷെ ഇവിടെ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല കേട്ടോ.
ഇവിടെ ഒരു ഫണല് വെച്ചിട്ടാണ് നമ്മളിപ്പോ നിങ്ങൾ ചെറുപ്പത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അമ്മമാരൊക്കെ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഫണൽ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് മാം, കണ്ടിട്ടുണ്ട്. എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാ അവര് ചെയ്യുക. ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ഇതില് പറയുന്നതാണ്. അപ്പൊ അത് ഇവിടെ ഇല്ല, ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, അത് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഫണലിലൂടെ ഇത് എന്താ പറയാ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് അവർക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓർഡർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ കുട്ടിക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതായത് കുട്ടി എന്താ പറയാ ഇതിലോട്ട് തന്നെ ആയിരിക്കും നോക്കിയിരിക്കുക. ദെൻ ഇതിന്റെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു വ്യൂ കൂടി ഉണ്ടാവും അവന്. ഇത് രണ്ടും ആയിരിക്കും കുട്ടി ശ്രദ്ധിക്കുക. അപ്പൊ കൂടുതൽ നേരം ഇപ്പൊ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്തിട്ടാണ് കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ ആ 10 മിനിറ്റ് 5 മിനിറ്റ് നേരം എന്ന് പറയുന്നത് അവന്റെ ശ്രദ്ധ മുഴുവൻ അതിനകത്തോട്ടായിരിക്കും വരിക. ഓക്കെ. അതുപോലെ തന്നെ മോട്ടോർ സ്കില്ല് വർദ്ധിക്കും. അവന്റെ ഫിംഗർ മസിൽസ് ഒക്കെ എന്താണ് മൂവ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാകും. അതായത് ഫിംഗർ കൂടുതലായിട്ട് നമ്മളിപ്പോ ഇങ്ങനെ പിടിക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പിടിക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ചലിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹാൻഡ് അതുപോലെ നമ്മുടെ ഫിംഗർ അതുപോലെ തന്നെ നമ്മുടെ ഐ മൂവ്മെന്റ് ഒക്കെ എന്താണ് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്തു വരികയാണ്. അപ്പോൾ ഇതാണ് അതിനെ കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ വോളിയം അതുപോലെ തന്നെ സ്പേസ് പറഞ്ഞല്ലോ, പോയിന്റ് ചെയ്തിട്ടുണ്ടാവും എത്ര വെള്ളമാണ് നിറയ്ക്കേണ്ടതെന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. സ്പേസ് എത്രയാകാം നോക്കിയിട്ടുണ്ടാവും കുട്ടി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ അവൻ അറിയാനായിട്ട് പറ്റും. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും അതുപോലെ തന്നെ ഹാൻഡും തമ്മിലുള്ള കോർഡിനേഷൻ. നമ്മുടെ കണ്ണ് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇപ്പൊ എനിക്കത് കിട്ടുന്നില്ല. അതായത് നമ്മുടെ കണ്ണിന്റെ ഇതനുസരിച്ചിട്ടാണ്, കണ്ണിന്റെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫിംഗറും നമ്മുടെ ഹാൻഡും ചലിക്കുക. അപ്പോ അത് ഒരു കോർഡിനേഷൻ ആണ്. കണ്ണും ഹാൻഡും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ആക്ടിവിറ്റി വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതൊരു ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, നമ്മുടെ മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനും ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കൂടുതൽ കുട്ടി ഇൻഡിപെൻഡന്റ് ആവും. ഇത് ചെയ്യാനായിട്ട് കുട്ടി തനിയെ പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് ഇത് ഡെയിലി ഒരു ആക്ടിവിറ്റി ആയിട്ട് വീട്ടിൽ ചെയ്യാം. വീട്ടില് കിച്ചണിലൊക്കെ അമ്മമാരെ സഹായിക്കാനായിട്ട് കുട്ടിക്ക് നിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് കോൺസെപ്റ്റ്, അതായത് നമുക്ക് ഇപ്പൊ പറഞ്ഞു അല്ലെ, അതായത് വലതിൽ നിന്ന് ഇടതിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, ആ ഒരു മൂവ്മെന്റ്, അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടി പഠിക്കും. അതുപോലെ തന്നെ ചുറ്റുപാടുകൾ, സറൗണ്ടിങ്സിനെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. ഇപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ വെള്ളം സ്പില്ലായാലേ, അതായത് ചോർച്ച ഉണ്ടായി എന്ന് വിചാരിക്കുക, കുട്ടി പെട്ടെന്ന് അത് സ്പോഞ്ച് ഉപയോഗിച്ച് അപ്പൊ തന്നെ ക്ലീൻ ആക്കാനായിട്ട് പഠിക്കും. അതാണ് കെയർ ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ എൻഹാൻസ്ഡ് റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് കപ്പാസിറ്റി കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഇത് നമ്മള് പഠിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ആവുകയും കൂടി ചെയ്യും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുട്ടിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു ജഗ് ഉണ്ട്, ഒരു ബോട്ടിൽ ഉണ്ട്, ഒരു ഫണൽ ഉണ്ട്, കുറച്ച് വെള്ളമുണ്ട്, ഇതെന്താണ് അങ്ങോട്ട് ഒഴിക്കുന്നു എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ നമ്മൾ കെയർഫുൾ ആയിട്ട് വളരെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇംപ്രൂവ് ആവുന്നത്. അത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലെ. സാധാരണ നമ്മള് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് വെള്ളം പകർത്തുക അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ അപ്പുറത്തെ പാത്രത്തിലോട്ട് ഇടുക എന്നുള്ളതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന, നമ്മളമ്മമാരും നമ്മൾ സ്ത്രീകളാണ് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ അത് എത്രത്തോളം സൂക്ഷ്മതയോട് കൂടിയാണ് കുട്ടി ചെയ്യുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ആക്ടിവിറ്റി കുട്ടി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവന് വർദ്ധിക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇനി പറയണ്ടല്ലോ, പറയണോ? വേണ്ട. ഓക്കെ. നമുക്ക് നാപ്കിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് നാപ്കിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇനി നമ്മൾക്ക് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ഷേക്ക് ഹാൻഡിന്റെ എങ്ങനെയാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത്.
ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ഇന്നിവിടെ വന്നിട്ടില്ല. ഷേക്കിംഗ് ഹാൻഡ്സ് കേട്ടോ. പ്രസന്റേഷൻ ഒന്ന് റീഡ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. റീഡ് ചെയ്യാം കേട്ടോ, ഒരു മിനിറ്റ്. നോക്കൂ കേട്ടോ. ഷേക്കിംഗ് ഹാൻഡ്സ് പ്രസന്റേഷൻ. ഞാൻ മറ്റുള്ള ആക്ടിവിറ്റികൾ ചെയ്യിക്കാതെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഓൾറെഡി ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ക്യാരറ്റ് കട്ടിംഗ് ഒക്കെ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ അത് വിട്ട് കളഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ അവർ കയറുമ്പോൾ നമുക്ക് ചെയ്യിപ്പിച്ചിട്ട് അത് പറയാം. അത് മതിയോ? അത് മതിയില്ലേ? ഓക്കെ. ഫസ്റ്റ് വൺ നോക്കിയേ, ഷേക്കിംഗ് ഹാൻഡ്സ്. Walk up to a person with the equanimity and head held high. അതായത് നമ്മള് രണ്ട് വ്യക്തികൾ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതിയാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒരാളെ ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചെസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ തലഭാഗമൊക്കെ എന്താണ് ഉയർത്തിപ്പിടിച്ച് അയാളുടെ അടുത്തേക്ക് നടക്കുക. ആർക്കാണോ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് അയാളുടെ നേരെ നമ്മുടെ ശരീരം, നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം, നമ്മുടെ ഹെഡിന്റെ ഭാഗമൊക്കെ എന്താണ് ഉയർത്തിപ്പിടിച്ച് അയാളുടെ അടുത്തേക്ക് നടക്കുക. രണ്ടാമത്തത്, ഓൾമോസ്റ്റ് 2 feet in front of the person come to a half. അതായത് അയാൾക്ക് ഏകദേശം 2 അടി, അതായത് 2 അടി എന്ന് പറയില്ലേ നമ്മള്, അതിന് മുമ്പിലായിട്ട് എന്ത് ചെയ്ത് 2 feet അതിനുള്ളില് ചെന്ന് നിൽക്കുക. അപ്പൊ അയാള് എന്താ പറയാ, നിങ്ങളുടെ കുറച്ച് അകലെയാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഏത് വ്യക്തിക്കാണോ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ഒരു 2 feet മുന്നിലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെന്ന് നിൽക്കുക. Then മൂന്നാമത്തത്, സെറ്റ് ഫീറ്റ് ടുഗെദർ ഇഫ് ഇറ്റ് ഈസ് എ സ്മോൾ ചൈൽഡ് ഗോ ഡൗൺ ടു ഹിസ് ലെവൽ. ഇനി കാലുകൾ ഒരുമിച്ച് വെക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാലുകൾ ലെവലാണോ നോക്കുക, ഒരുമിച്ച് തന്നെ വെക്കുക. ഇനി ചെറിയ കുട്ടിയാണെങ്കിൽ എന്താ പറയാ, തീരെ ചെറിയ കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ ഹൈറ്റ് ഒക്കെ കുറവായിരിക്കുള്ളൂ. അപ്പോ അവന്റെ രീതി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. Then fourth one, extend your right hand and clasp the offered hand, looking at the person in the eye. നിങ്ങളുടെ വലത് കൈ നീട്ടുക, നിങ്ങളുടെ ഈ ഒരു റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക, നീട്ടി അങ്ങോട്ട് ചെല്ലുക. ഇതൊക്കെ സ്റ്റഡി ആയിരിക്കണം കേട്ടോ. അതിങ്ങനെ ഒന്നും എന്ത് ചെയ്യരുത്, ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് പോകരുത്. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഫിംഗർ എന്ന് പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? പുളിവും മടക്കുകളും ഒന്നും പാടില്ല എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, ഒരാൾക്ക് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കരുത്. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇങ്ങനെയാ കൊടുക്കുക, ഫിംഗറൊക്കെ എന്താണ് അകത്ത് പിടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുക. അത് പാടില്ല. ഇങ്ങനെ തന്നെ, അതായത് സ്റ്റഡി ആയിട്ട് നിൽക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരാൾ നിൽക്കുന്നത് സ്റ്റഡി ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വെക്കുക.
ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ വലത് കൈ നീട്ടുക. അതിന്റെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നേരെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, സ്റ്റഡി ആയിട്ടായിരിക്കണം ആ കൈ നീട്ടേണ്ടത്. അതുപോലെ തന്നെ ഏത് വ്യക്തിക്കാണോ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടത് അയാളുടെ കണ്ണിലേക്ക് നോക്കുക. അയാളുടെ വായുഭാഗത്തേക്കോ മൂക്കിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റു ബോഡി പാർട്സിലോട്ടല്ല നോക്കേണ്ടത്, മറിച്ച് അയാളുടെ കണ്ണിന് നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കണ്ണ് അതായത് നിങ്ങളുടെ കണ്ണുകൊണ്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ്, ഹാൻഡ് നീട്ടിയിട്ട്. ദെൻ അയാളുടെ കൈ പിടിക്കുക, അയാളുടെ കണ്ണിൽ നോക്കിയിട്ട് അയാളുടെ നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ കൈ നീട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അയാളും എന്താണ് നീട്ടിക്കൊണ്ട് വരും അല്ലെ, അത് സ്വാഭാവികമാണ്. അയാളും കൈ നീട്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ദെൻ അയാളുടെ കൈ പിടിക്കുക, കൈ ദൃഢതയോടെ പിടിക്കുക, മുറുകെ പിടിക്കുക, ലൂസ് ആയിട്ടൊന്നും പിടിക്കാനായിട്ട് പാടില്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ മുറുകെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടത്. അതിനുശേഷം കൈ പിടിച്ചതിന് ശേഷം ഷേക്ക് ഹാൻഡ് കൊടുത്തത് ഇത് കുലുക്കുക. അതായത് ഷേക്ക് ഹാൻഡ് വെറുതെ ഇങ്ങനെ പിടിക്കുന്നതല്ലല്ലോ ഷേക്ക് ഹാൻഡ്. വെറുതെ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് എന്താണ് നമ്മൾ ചേർത്ത് പിടിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മൾ അയാളുടെ കൈ ഒന്ന് എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കും അല്ലെ. ആ സമയത്തൊന്ന് മുറുക്കി പിടിച്ചാൽ എന്താണ് അതിന്റെ സ്ട്രെങ്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാം, അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബലം കിട്ടും. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊടുത്തതിന് ശേഷം ഒന്ന് കുലുക്കുക, അയാളുടെ കൈ ഒന്ന് കുലുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ, ഷേക്ക് ചെയ്യുക. ദെൻ 6th one, ആ വ്യക്തിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ എന്തെങ്കിലും ഒരു എന്താ പറയാ ഇത് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക ചിരിച്ചുകൊണ്ട്. ഇങ്ങനെ അയാളുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഗുഡ് ഈവനിങ്ങെന്നോ ഗുഡ് ആഫ്റ്റർനൂണെന്നോ എന്താണോ നമുക്ക് പറയേണ്ട കാര്യം അത് അയാളോട് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷേക്ക് ഹാൻഡിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് കണ്ണിൽ നോക്കി വേണം നമ്മൾ ഒരാളോട് സംസാരിക്കാനായിട്ട്. ഒരാളോട് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക ചെയ്യുക. അയാൾക്ക് തോന്നുന്നു നമ്മൾ കോൺഫിഡൻസ്, നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അങ്ങനെയാ ചെയ്യുക അല്ലെ, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കും, വേറൊരു ഭാഗത്തോട്ട് നമ്മൾ നോക്കില്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് പോവാന്ന് വിചാരിക്കുക, അവരോട് കറക്റ്റ് നിങ്ങളിപ്പോ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പോ ഉത്തരങ്ങൾ ആൻസേഴ്സ് അവരോട് പറഞ്ഞില്ലെങ്കിൽ കൂടിയും കണ്ണിൽ നോക്കിയാണ് അവർ സംസാരിക്കുന്നെങ്കിൽ അവർ നോട്ട് ചെയ്യും നമ്മൾ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഏതൊരു വ്യക്തിയോടായാലും നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട് കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ കൈ കൊടുക്കുന്ന രീതി ശ്രദ്ധിക്കുക, ഹാൻഡ് നേരെ പോവുക, ഫിംഗർ എന്താ പറയാ അടുപ്പിച്ച് തന്നെ വെക്കുക. ദെൻ അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒന്ന് കുലുക്കുക, ദെൻ ഗ്രീറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഷേക്ക് ഹാൻഡിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി കൺട്രോൾ ഓഫ് ഇററിൽ വരുന്നത് വ്യക്തിയുടെ നോട്ട് സീയിങ് ദ ഐസ് ഓഫ് ദ പേഴ്സൺ, വ്യക്തിയുടെ കണ്ണ് കാണാതിരിക്കുന്നത്. വ്യക്തിയുടെ കണ്ണിൽ നോക്കിയില്ലെങ്കിൽ അതൊരു ഇററാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലത് കൈ നീട്ടുന്നതിൽ എന്തെങ്കിലും പെശക് പറ്റുന്നത്, എക്സ്റ്റെൻഡിങ് ദ റൈറ്റ് ഹാൻഡ് ഇൻ ദ ആക്ഷൻ സ്റ്റംബ്ലിംഗ് അക്വേർഡ് ഹാൻഡ് ഗ്രിപ്പ്. അതായത് നമ്മുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോ ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ള ഒരാൾക്ക്, അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഇടർച്ചയോ നമ്മള് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പേടിയോ അല്ലെങ്കിൽ വിചിത്രമായിട്ട് നമ്മൾ കൈ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് അതൊരു എററായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൂടെ. അതുപോലെ ക്ലാപ്സിന്റെ കറക്റ്റ് ഹാൻഡ്, ശരിയായി കൈ മുറുകെ പിടിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ എയിം എന്ന് പറയുന്നത് കോർഡിനേഷനും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ എന്താണ് പറയാ, കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു, കോൺഫിഡൻസ് കൂടുതലായിട്ട് ഉണ്ടാകും. സാമൂഹികമായിട്ട് മറ്റുള്ള ആളുകളോട് ഇടപഴകാനായിട്ട് പറ്റും. അതൊക്കെ ഇതിന്റെ എയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഷേക്ക് ഹാൻഡുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് കുട്ടികൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടോ ഒക്കെ ഒന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു നോക്കാം. കുട്ടികളുമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് നമ്മൾ കുനിയേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. കുട്ടി ചെറുതാണ്, അപ്പൊ നമ്മൾ കുറച്ച് കുനിഞ്ഞൊക്കെ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ വലിയവരാണെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് എന്ത് ചെയ്യാം, നോക്കി ഷേക്ക് ഹാൻഡ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യാം, ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ രീതിയിൽ കേട്ടോ. ചെയ്യില്ലേ നിങ്ങള്? നോക്കുക നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? യെസ് മാം. ഒരു ഇതില്ല, ഒരു ഉന്മേഷമില്ല പറയുന്നതിൽ തന്നെ കേട്ടോ.
ആരാ ക്ഷയിക്കാതെ ഞാൻ ആരോടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാള് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ആരാ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ രീതിയില് ഒരാള് വേണം നിങ്ങളുടെ കൂടെ, എന്നാൽ മാത്രം ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മോനിഷ് ചെയ്യോ, ആൻസി ചെയ്യോ, ശരണ്യ ചെയ്യോ, ആരാ ചെയ്യാ? ഞാൻ പറയട്ടോ. ഈസി അല്ലേ, നമുക്ക് മെറ്റീരിയൽസ് ഒന്നും വേണ്ടല്ലോ, ഒരാള് വന്നാൽ മതിയില്ലേ നമ്മുടെ കൂടെ. ക്ലിയർ ആവണില്ല മാം. ക്ലിയർ ആവുന്നില്ലേ? ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന രീതി ഒന്ന് പ്രസന്റ് ചെയ്യാമോ എന്നാ ഞാൻ ചോദിച്ചേ. ഓക്കെ. മോനിഷ് ചെയ്യാവോ? ചെയ്യാം. ഒരാള് വേണം കേട്ടോ. ആ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ മോൾക്ക്? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഇപ്പോഴാണ് ഇത്തിരി ഇത് വന്നത്. ക്ലിയർ അല്ല, അത് ലാസ്റ്റ് ആയപ്പോഴാണ് വന്നത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ ഒരാളെ നമ്മൾ സംഘടിപ്പിക്കണം, എന്നിട്ട് വേണം ഈ ഒരു ആക്ടിവിറ്റി നമ്മൾക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Good night, ma'am. Thank you, mom. Good night. താങ്ക് യു.